എന്തായാലും ആദ്യം നമുക്ക് സ്മാക്ക് ഡൗണിൻ്റെ ടിക്കറ്റ് സെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നോക്കാം. നമുക്കറിയാം ഇന്ന് നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ ഞാൻ ഈ ഒരു വീഡിയോ 12-12:30 ആകുമ്പോൾ അപ്ലോഡ് ആവും. അതായത് ഒരു 12-12:30 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ചിലപ്പോൾ കാണുന്ന 5-10 വരെ കാണത്തുള്ളൂ. ചിലപ്പോൾ എല്ലാവരും നാളെ ആയിരിക്കും കാണാൻ പോകുന്നത്. സ്മാക്ക് ഡൗണൊക്കെ ചിലപ്പോൾ കഴിഞ്ഞായിരിക്കും കാണാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട. എന്തായാലും ആ ഒരു സ്മാക്ക് ഡൗൺ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഷിക്കാഗോയിലാണ്. എന്തായാലും ആ ഒരു ഷിക്കാഗോയിൽ ഏതാണ്ട് 14,000 ടിക്കറ്റാണ് സോൾഡ് ഔട്ട് ആയത്. അതായത് ലൗഡി ഫാൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ CMMG വരും. CMMGൻ്റെ ഹോം ടൗൺ ആണ്. ഷിക്കാഗോ ഫാൻസിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ ഭയങ്കര ലൗഡിയാണ്, ക്രേസിയാണ്, ഭയങ്കര എനർജറ്റിക്കാണ്. സോ തന്നെ വേറെ ലെവലിൽ ഫാൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സ്കോട്ട്ലാൻഡിൽ നടന്ന ആ ഒരു PLEയുടെ ഒരു എന്താ പറയുക ഫാൻസ് അല്ലെങ്കിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വെറും 11,000 മാത്രമായിരുന്നു. ഇവിടെ ഒരു ഷോ ഒരു റോ ഷോ തന്നെ സ്മാക്ക് ഡൗൺ ഷോ തന്നെ ഏതാണ്ട് 14,000 കടന്നിരിക്കുന്നു ടിക്കറ്റ്സിൽ. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവ് മെൽസർ ക്ലാഷ് അറ്റ് ദി കാസിലെ മാച്ചിന് കുറച്ച് സ്റ്റാർ റേറ്റിംഗ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗം കുറച്ച് സ്റ്റാർ റേറ്റിംഗ്സ് നൽകിയിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം നൽകിയ സ്റ്റാർ റേറ്റിംഗ്സ് എത്രയാണെന്നൊക്കെ നോക്കാം. എന്തായാലും കോഡി വേഴ്സസ് AJ മാച്ചിന് അതിനൊരു 4.5 സ്റ്റാർ നൽകിയിട്ടുണ്ട്. എന്തായാലും കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വുമൺസ് ടാഗ് ടൈറ്റിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിന് 2.75 സ്റ്റാറാണ് നൽകിയിരിക്കുന്നത്. ഞാൻ അത്രയും നൽകത്തുള്ളായിരുന്നു, കാരണം ആ ഒരു ലെവലിലുള്ള മാച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാമി സെയിൻ ചാഡ് കേബിൾ മാച്ച്, അതൊരു വേറെ ലെവലൊരു മാച്ചായിരുന്നു. മാച്ചെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുക പ്രിയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ, അതായത് നേരത്തെ നടന്ന സംഭവം സ്റ്റോറി ലൈനും അതിൽ മറ്റ് പല കാര്യങ്ങളും ഒരു സിനിമ കാണുന്നുള്ള സംഭവങ്ങളെല്ലാം ചാഡ് കേബിൾ സാമി സെയിൻ ആ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു മാച്ചിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ പോയ രീതിയും ആ ഒരു മാച്ചും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 4.5 സ്റ്റാർ അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബെയ്ലി പൈപ്പർ നെവിൻ മാച്ച് അത് 3.5 സ്റ്റാറാണ് നൽകിയിരിക്കുന്നത്. പിന്നെ പ്രീസ്റ്റും ഡ്രൂ മക്കിൻ്റെയും നമ്മൾ മാച്ച് അത് 3.75 സ്റ്റാർ. അത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു റേറ്റിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ്. അത് ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് പോകുന്നു, ഡൈനാമിറ്റിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റൂമർ ഉണ്ടായിരുന്നു. സോ ആ ഒരു റൂമർ എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്തായാലും ടോണി ഖാനോട് ചോദിച്ചിരുന്നു ഷെയ്ൻ മിക്മാൻ AEWയിലേക്ക് വരുമോ എന്ന്. അപ്പോൾ ടോണി ഖാൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഞാൻ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു റൂമർക്ക് വരുന്നതെന്ന് എനിക്കറിയത്തില്ലെന്ന് ടോണി ഖാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മീഡിയ വന്നൊരു വാർത്തയാണ് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഷെയ്ൻ മിക്മാനും അതുപോലെ WWE സൂപ്പർ സ്റ്റാറും വെറുതെ ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷെയ്ൻ മിക്മാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ AEW ഡൈനാമൈറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഫാൻസിൻ്റെ എക്സ്പ്രഷനൊക്കെ എങ്ങനെയായിരിക്കും, ആ ഒരു വെറുതെ ചാറ്റിൽ പറഞ്ഞൊരു സംഭവം മാത്രമാണ്. അതെടുത്തിട്ട് എന്താ പറയുക ഷെയ്ൻ മിക്മാൻ AEW എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറക്കിയിരിക്കുകയാണ്. സോ അങ്ങനെയൊന്നുമില്ല, ഷെയ്ൻ മിക്മാൻ AEWയിലേക്കൊന്നും പോകുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു വെറുതെ ഒരു ചാറ്റ് നടന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോളോ സിക്കാവ് വേഴ്സസ് കോഡി റോഡ്സ് മാച്ച്. ഈ ഒരു മാച്ച് എപ്പോൾ നടക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്? ഞാൻ പറയാം, മണി ഇൻ ദ ബാങ്കിൽ നടക്കുമെന്നായിരിക്കും നിങ്ങളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ച് മണി ഇൻ ദ ബാങ്കിലല്ല നടക്കാൻ പോകുന്നത്, സമ്മർ സ്ലാമിലാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മണി ഇൻ ദ ബാങ്കിൽ ഈ ഒരു മാച്ച് നടക്കില്ല, സമ്മർ സ്ലാമിലാണ് ഈ മാച്ച്. സോ മണി ഇൻ ദ ബാങ്കിൽ ബ്ലഡ് ലൈൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കോഡി റോഡ്സിന് ഏതെങ്കിലും തരത്തിൽ മാച്ച് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബ്ലഡ് ലൈൻ്റെ കാര്യം നോക്കുമ്പോൾ വീണ്ടും അവരിങ്ങനെ സ്റ്റോറി ലൈൻ അങ്ങനെ സംഭവത്തിൽ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബ്ലഡ് ലൈന് വീണ്ടും മണി ഇൻ ദ ബാങ്കിൽ മാച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ റീഡ്സും മണി ഇൻ ദ ബാങ്ക് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. സോ ഉറപ്പിച്ചു സമ്മർ സ്ലാമിലേക്കായിരിക്കും റോമൻ റീഡ്സിൻ്റെ റിട്ടേൺ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് AEW ഡൈനാമൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, WWE ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ AEW ആണ്. പക്ഷേ AEWയ്ക്കും അത് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് AEWയുടെ ഡൈനാമൈറ്റിൻ്റെ റേറ്റിംഗ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. 502K ആയിട്ട് റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഡൈനാമൈറ്റിൻ്റെ റേറ്റിങ്ങിനെക്കാട്ടി 179K കുറവായിട്ടാണ് അവിടെ കാണിക്കുന്നത്. സോ എന്തുകൊണ്ട്, അതായത് എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ ഞാനധികം AEW കാണാറില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഷോ എങ്ങനെയുണ്ട്, ഏത് തരത്തിലാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് റേറ്റിംഗ് കുറയുമ്പോൾ ഒരു ഷോ കൊള്ളത്തില്ല, മറ്റേതാണ് മറിച്ചതാണ് പറയുന്നത് കാര്യമില്ലല്ലോ. സോ കാണുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, നിങ്ങൾ AEW കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഷോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുക. ഞാൻ AEW കാണാത്തതിന് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ ഒരു യൂറോ സ്പോർട്സ് ചാനലാണ്. ഞങ്ങളുടെ ഈ ഒരു ടെലികാസ്റ്റ് സംഭവിക്കുന്ന മാത്രമുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ചിലപ്പോൾ അവരുടെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ചിങ് ഒക്കെ പോലെ പലതും തോന്നും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഈ ഹിന്ദിയൊക്കെ ഡബ് ചെയ്ത് വരുമ്പോഴത്തേനും ഒട്ടും മാച്ച് ചെയ്യാത്ത പോലത്തെ ഒരു കുറേ ശബ്ദങ്ങളാണ്. ഇപ്പം നമ്മുടെ WWE ഒക്കെ എത്ര കറക്റ്റായിട്ടാണ് ഹിന്ദിയാണ് എപ്പോഴും ചെയ്യുന്നത്, പക്ഷേ ഇത് ഹിന്ദിയൊക്കെ ഒട്ടും മാച്ച് ചെയ്യാത്ത പോലെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് കാണാനുള്ള കുറച്ച് ഇൻട്രസ്റ്റ് പോയി AEW. സോ കാണുന്നവരുണ്ടെങ്കിൽ പറയുക AEW നല്ലതാണോ
അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് പോകുന്നത് എന്നാലും ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്ന ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിക്ക് ആൽഡിസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. ഒരു ഇൻ്റർവ്യൂവിൽ നിക്ക് ആൽഡിസിനോട് ചോദിച്ചൊരു കാര്യമാണ്, അതായത് ഏത് WWE റെസ്ലറുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമെന്ന്. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് തനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, റെസ്ൽ ചെയ്യാൻ WWE പറഞ്ഞാൽ താൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ 2-3 റെസ്ലറിൻ്റെ പേര് പറയാം. അദ്ദേഹം പറഞ്ഞ പേരെന്ന് പറയുന്നത് നമ്മുടെ റാൻഡി ഓർട്ടൻ, റോമൻ റീൻസ്, അതുപോലെ തന്നെ AJ സ്റ്റൈൽസ്, പിന്നെ കോഡ് റോഡ്സ് എന്നിവരുടെ പേരുകളാണ്. സോ അദ്ദേഹം പറഞ്ഞത് തനിക്ക് റെസ്ൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ WWE അനുവദിക്കുകയാണെങ്കിൽ ഈ റെസ്ലേഴ്സിനോടൊക്കെ തനിക്ക് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് റെസ്ൽ ചെയ്യാൻ WWE പറഞ്ഞു കഴിഞ്ഞാൽ താൻ റെസ്ൽ ചെയ്യും, തനിക്ക് ഒരു പ്രശ്നവുമില്ല. തനിക്ക് എന്താ പറയുക, മാനേജറായിട്ട് നിൽക്കാൻ WWE പറഞ്ഞാൽ അതും താൻ ചെയ്യും, തനിക്ക് അതും ഒരു പ്രശ്നമില്ല. കാരണം ഏത് റോൾ വേണമെങ്കിലും താൻ ചെയ്യാൻ 100% തയ്യാറാണെന്ന് നിക്ക് ആൽഡിസ് പറയുന്നുണ്ട്. സോ പിന്നെ നമുക്കറിയാം ഈ ഒരു മാനേജർ റോളിൽ നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അടിയും കിട്ടത്തില്ല, ഇഞ്ചുറിയും പറ്റത്തില്ല, നല്ല ശമ്പളവും കിട്ടും. കാരണം നമുക്കറിയാം WWE ഒരു നോർമൽ റെസ്ലറിന് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഏതാണ്ട് 3 കോടിയുടെ ഒരു പാക്കേജാണ്. അപ്പോൾ ഒരു മാനേജർ റോളിൽ നിൽക്കുന്ന നിക്ക് ആൽഡിസിനെ കുറഞ്ഞത് അതിക്കൂല്ലെങ്കിലും കാണും. അദ്ദേഹം റെസ്ലറായാലും അത്രയൊക്കെ കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ, ഒരു ടോപ്പ് റെസ്ലറിലേക്ക് പോയില്ലെങ്കിൽ. സോ അദ്ദേഹത്തിന് മാനേജറായിട്ട് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടിയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, പൈസ ഉണ്ടാക്കുക. പിന്നെ നിക്ക് ആൽഡിസിൻ്റെ ഒരു പാഷൻ, പ്രൊഫഷൻ ഒക്കെ റെസ്ലിംഗ് ആണ്. സോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് റെസ്ൽ ചെയ്യണമെന്ന് താല്പര്യം കാണും. അതായത് നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ നോക്കുക, നമ്മൾ 10-24 വയസ്സേ നമുക്കായിട്ടുള്ളൂ. നമ്മളൊരിക്കലും ഒരു മാനേജറോ കോച്ചോ ആവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആ ഒരു സമയത്ത് ഫുട്ബോളർ ആവാൻ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആകാനേ ആഗ്രഹിക്കുന്നു. സോ ആ ഒരു മെൻറ്റാലിറ്റി ചിലപ്പോൾ നിക്ക് ആൽഡിസിനും കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് റെസ്ൽ ചെയ്യാനുള്ള താല്പര്യം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. 40 വയസ്സേ ഉള്ളല്ലോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും 50-52 വയസ്സ് വരെ റെസ്ൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE പുതിയൊരു പേരിന് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പേരെന്ന് പറയുന്നത് സേസർ സിക്കോവ എന്നാണ്. സോ ആ ഒരു പേര് ചിലപ്പോൾ സോളോ സിക്കോവയുടെ ഒരു പേര് മാറ്റി ഒരു പേരിടുമെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നത്. സോളോ സിക്കോയുടെ പുതിയൊരു പേരായിരിക്കും സേസർ സിക്കാവോ എന്ന്, അല്ലെങ്കിൽ സോളോ സിക്കോയുടെ ഒരു നിക്ക് നെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റോമൻ എംപയറിലെ ഒരു എന്താ പറയുക റൂൾ ചെയ്തൊരു വ്യക്തിയാണ് സീസർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് സീസറിന് അതായത് സോളോ സിക്കാവയ്ക്ക് ഉണ്ടാകാനുള്ള അത് ഇടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ റോമൻ എംപയർ ആയിരുന്ന സ്ഥലം ഇപ്പോൾ റൂൾ ചെയ്യുന്നത് നമുക്കറിയാം സോളോ സിക്കാവയാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിക്കവാറും ഒരു നിക്ക് നെയിമായിട്ടോ അല്ലെങ്കിൽ സോളോ സിക്കാവോ എന്നൊരു പേര് മാറ്റിയിട്ട് സേസർ സിക്കാവോ എന്നൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിൻ്റെ പേരാണോ, അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജേക്കബ് ഫട്ടുവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജേക്കബ് ഫട്ടുവിനെ നമ്മുടെ WWE സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡെബ്യൂ ഉണ്ടാകുമെന്ന്. ചിലർ ചോദിക്കുന്നത് ചിലപ്പോൾ NXTയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നില്ല NXTയിലേക്ക് അദ്ദേഹം പോകുന്നു. ഡയറക്റ്റ് ആ ഒരു ബ്ലഡിൻ്റെ സ്റ്റോറിയുടെ ഭാഗമാകത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജേക്കബ് ഫട്ട് ചിലപ്പോൾ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗണിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു വീഡിയോ എന്താ പറയുക ഒരു 3-4 മണിക്കൂറിന് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞായിരിക്കും എല്ലാവരും കാണുന്നത്. സോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നാളത്തെ സ്മാക്ക് ഡൗണിൽ ചിലപ്പോൾ ജേക്കബ് ഫട്ട് ഉണ്ടാകില്ല, ചിലപ്പം കാണും. പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വരാനുള്ള സാധ്യതകളൊന്നും പറഞ്ഞിരുന്നു. ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത സ്മാക്ക് ഡൗൺ ഇതിലേതെങ്കിലും ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ നമുക്കറിയാം ബ്ലഡ് ലൈനിൻ്റെ സ്റ്റോറി അതിലേക്ക് അദ്ദേഹം അതായത് ആ ഒരു ബ്ലഡ് ലൈൻ്റെ ഫാക്ഷനിലേക്ക് അവർ കൂടുതൽ മെമ്പേഴ്സിനെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഡ് ചെയ്യുമ്പോഴും സ്റ്റോറി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എന്തായാലും ബെറ്റർ സ്റ്റോറി വർഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് റോമൻ റീൻസിന് തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ഈ ഒരു ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ ഉണ്ടാക്കാൻ തന്നെ കാരണം. ഒരു ഫാക്ഷൻ അതായത് അദ്ദേഹം നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫാക്ഷൻ ഈ ഒരു ലെവലിലും പോകുന്നത്. റോമൻ റീൻസ് എന്നൊരു വ്യക്തി ഒരു ഫാക്ഷനിലുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ ഒരു ഫാക്ഷൻ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഓൾറെഡി സെറ്റിൽഡാണ്, ഫുൾ പോസ്റ്റർ ബോയാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഫാമിലിയെ കൂടെയാണ്. കാരണം കുറേ മെമ്പേഴ്സിന് WWE ഒരു ജോബ് കിട്ടുന്നു, അതുപോലെ തന്നെ അവർക്ക് ടോപ്പ് സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ കഴിയുന്നു. സോ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും റോമൻ റീൻസിനോട് വളരെയധികം കടപ്പെട്ടിരിക്കണം. കാരണം അദ്ദേഹം കാരണമാണ് ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരു ജോലിയും. അവർക്ക് എന്തായാലും ഒരു പ്രൊഫഷണൽ റെസ്ലേഴ്സാണ്, അവർ ആ ഒരു രീതിയിലൊക്കെ പോകും. ബട്ട് ഇത്രയും ശമ്പളത്തിനും അതുപോലെ തന്നെ WWE ഇവിടെ വന്ന് ഫെയിം കിട്ടുന്നതും എല്ലാം നമ്മുടെ റോമൻ റീൻസ് കാരണമാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൈയടി തന്നെ കൊടുക്കണം. കാരണം എത്ര പേരാണ് ആ ഒരു ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ ഒന്നുമല്ലാതെ ഇന്ന സാമി സൈൻ ഒരു സമയത്ത് അദ്ദേഹത്തെ ഈ ഒരു ബ്ലഡ് ലൈനേക്ക് ഇടുകയും അദ്ദേഹത്തിന് ഭയങ്കര ഫാൻസ് വരികയും
വേറെ ലെവലിൽ രീതിയിലൊക്കെ പോകാൻ കാരണമൊക്കെ ബ്ലഡ് ലൈൻ തന്നെയാണ്. സോ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് കുറേ സൂപ്പർ സ്റ്റാർസിൻ്റെ കാര്യത്തിൽ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡച്ച് മാൻഡലിനെ എത്ര പേർക്ക് അറിയാം എന്നൊന്ന് പറയുക കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയാമായിരിക്കും, കാരണം 2010-11 സമയത്ത് തൊട്ട് WWE കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാം. കാരണം ജാക്സ് വാഗറൊക്കെ ആ ഒരു സമയത്ത് കത്തിയിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ട് വന്നിരുന്നൊരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഡച്ച് മാൻഡിൽ ഷേമസിനെ കുറിച്ചാണ് ഈ ഒരു കാര്യം പറയുന്നത്. അത് ഷേമസിൻ്റെ എറ എൻഡായിരിക്കുന്നു, ഷേമസ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഷേമസിൻ്റെ ഒരു ഫൈറ്റും മാച്ചും കാണുമ്പോൾ അദ്ദേഹത്തിന് പഴയ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, പഴയൊരു ഷേമസിനൊന്നും കാണാൻ സാധിക്കുന്നില്ല, അതിന് റിട്ടയർ ചെയ്യാനുള്ള സമയമായി എന്നാണ് ഇപ്പോൾ ഡച്ച് മാൻഡിൽ പറയുന്നത്. സോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരിക്കും എന്തുകൊണ്ട് നല്ലത്. സോ എനിക്കും അങ്ങനെ തോന്നി, ഷേമസിൻ്റെ ആ ഒരു മാച്ച് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഷേമസ് ഡണ്ണ എന്നാണ് തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാനൊരു ഷേമസ് ഫാനാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ തുടക്കം തൊട്ടൊരു ഷേമസ് ഫാനാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം തൊട്ട്, അത് എപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ 2010-11 ആ ഒരു സമയം തൊട്ട് ഷേമസ് ഫാനാണ്. ബട്ട് സ്റ്റിലിപ്പോൾ ഷേമസിൻ്റെ മാച്ചൊക്കെ കാണുമ്പോൾ ഷേമസ് ഡൺ, എനിക്ക് അദ്ദേഹം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു കരിയർ. സോ എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് റിട്ടയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഒരു IC ചാമ്പ്യൻഷിപ്പോടെ നേടിയിട്ട് റിട്ടയർ ചെയ്ത് പോകുന്നതായിരിക്കും, കാരണം ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനാകാം. സോ അങ്ങനെ റിട്ടയർ ചെയ്ത് പോകുന്നതായിരിക്കും അതിന് നല്ലത്. അല്ലെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അത്രയും വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ട്രോളായിരുന്നു ഷേമസ് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാച്ചസും നമുക്കറിയാം അത്രത്തോളം ഒന്നും പെർഫെക്റ്റ് ആവുന്നില്ല, കുറച്ച് ഹാർഡ് കോർ സംഭവങ്ങളൊക്കെ ഉള്ളതല്ലാതെ ഷേമസ് അങ്ങോട്ട് ശരിയാവുന്നില്ല. സോ ടൈം ടു റിട്ടയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.